2019 മുതൽ ലഭിക്കേണ്ട 2 ഗഡു ക്ഷമാശ്വാസ കുടിശ്ശിക അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. തരൂർ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഒരു ഗഡു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 2022 ജനുവരി മുതൽ 2024 നവംബർ വരെ ലഭിക്കേണ്ട 6 ഗഡു ക്ഷാമാശ്വാസം 2024 പെൻഷൻ പരിഷ്കരണം എന്നിവ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കാവശ്ശേരി NSS കരയോഗം ഹാളിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനം അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 18-19 തുടങ്ങി ഞാൻ പറയുന്നത് നമ്മുടെ പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച്, ക്ഷാമബത്ത കുടിശ്ശികയെക്കുറിച്ച്, പെൻഷൻ പരിഷ്കരണത്തിൽ അപാകതകളെക്കുറിച്ച്, അതിനോട് ബന്ധപ്പെട്ട് കിട്ടിയ കുടിശ്ശിക അത് നമുക്ക് കിട്ടാത്തതിനെക്കുറിച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് കിട്ടിയ മെഡിസിപ്പിന്റെ കാര്യങ്ങളിലുള്ള അപാകതകൾ, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ നിങ്ങൾ പലരും ഇതിനു മുൻപുള്ള വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തതാണെങ്കിൽ അവിടെയും ഒക്കെ ഇതായിരുന്നു ചർച്ച. അതായിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. അവിടെ പറഞ്ഞ് വാക്കുകൾ തന്നെ അതിന്റെ മൂർച്ച നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദി ആര് എന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? സാബു സ്വാഗതം പറയുന്ന സമയത്ത് നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായി പറഞ്ഞു. അതിനുവേണ്ടി ശക്തമായ ഒരു സമരത്തിലേക്ക് പോകണം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ അഭിവാഞ്ച അദ്ദേഹം രേഖപ്പെടുത്തി. വിജയനും അതൊക്കെ തന്നെ പറഞ്ഞു. ഇനി ബാലകൃഷ്ണ മാഷ് പറയാൻ പോകുന്നതും അത് തന്നെയായിരിക്കും എന്നെനിക്കറിയാം. തരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് VR വിജയൻ അധ്യക്ഷത വഹിച്ചു. ഗജാൻജി ടി മത്തായി റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി KM റഷീദ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. കാവശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ഉദയകുമാർ, അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ A ഗോപിനാഥൻ, M അയ്യപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ESM ഹനീഫ, PK ചാമിയാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K വേലുണ്ണി, തരൂർ നിയോജക മണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് ആനിയമ്മ എന്നിവർ പ്രസംഗിച്ചു. തരൂർ നിയോജക മണ്ഡലം സെക്രട്ടറി S സാബു സ്വാഗതവും കാവശ്ശേരി മണ്ഡലം പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് RP സുരേഷ് വരണാധികാരിയായി. UTV ന്യൂസ്, പാലക്കാട്.